നമ്മുടെ വീടുകളിൽ നന്മ വിളയണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ വീടുകൾ മാതൃകാ വീടുകളാവണം എന്ന് ശഠിക്കേണ്ടവരാണ് ഒരു മുസ്ലിം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അതീവ രഹസ്യമായിരുന്നു ആ സംഭവം. ആരും അറിയരുത് എന്ന നബി തങ്ങൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. സ്വഹാബികൾ ഓരോരുത്തരായി മദീനയിലേക്ക് നടന്നു കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പേ. ഇനി മക്കയിൽ ബാക്കിയുള്ളത് 3 പേരാണ് പ്രധാനികളിൽ. ഒന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റേത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. ഇവരെ ഇനി ബാക്കിയുള്ളൂ. പിന്നെ കുറച്ച് രോഗികളും പെണ്ണുങ്ങളും, അല്ലാത്തവരൊക്കെ പോയി കഴിഞ്ഞു. അള്ളാഹുവിന്റെ വഹി വരുന്നു, നബിയെ മദീനയിലേക്ക് പോയേക്കുക. ആ നിർദ്ദേശം വരാൻ കാത്തിരിക്കുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിർദ്ദേശം വരുന്നു അള്ളാഹുവിന്റെ. നേരെ പോകുന്നത് അത് രഹസ്യമായ ഈ വിവരം, വളരെ ഹൈലി സീക്രറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ, ഒരിക്കലും ആരും അറിഞ്ഞു പോവാൻ പാടില്ലാത്ത വളരെ സ്വകാര്യത വേണ്ട ഒരു വിഷയമാണ്. അത് കൈമാറാൻ ഉച്ചനേരം, നട്ടുച്ച നേരത്ത് മുത്തുനബി തങ്ങൾ നടന്നു പോകുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 60 വർഷത്തെ ഹബീബിന്റെ കൂട്ടുകാരൻ, 61 കൊല്ലത്തെ കൂട്ടുകാരൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 61 കൊല്ലൊക്കെ ഒരാളെ ഫ്രണ്ടായി കൊണ്ടുനടക്കാൻ കഴിയുമോ? അതൊരു വലിയ വിഷയമാണ് അല്ലേ? സ്വന്തം കുടുംബക്കാർ തെറ്റുന്ന മനുഷ്യന്മാരാണ് ഇപ്പോഴത്തെ കാലം. സ്വന്തം കുടുംബക്കാർ, ബന്ധുക്കളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്. ഒരു 10 കൊല്ലം 8 കൊല്ലം പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. എന്തെങ്കിലും ചെറിയ കുഴപ്പമില്ലാത്തൊരു വല്ലവരും ഉണ്ടോ? ഏത് മനുഷ്യനാ ഒരു തെറ്റില്ലാത്തത്? ഒരു തെറ്റിന്റെ പേരാണ് പിണങ്ങാണോ? ഒരു തെറ്റ് മാത്രം നോക്കി എത്രയോ നന്മകൾ ഉണ്ടാവില്ലേ സുഹൃത്തുക്കളുടെ? ഒരുപാട് നന്മകൾ. അതൊന്നും കാണണ്ട, ഞാൻ ആ തെറ്റ് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഏത് മനുഷ്യരെയാണ് നമ്മൾ ഈ ഭൂമിയിൽ അംഗീകരിക്കുക? എല്ലാവരും തെറ്റുകാരല്ലേ? 61 കൊല്ലം സുഹൃത്തായി കൊണ്ടു നടന്നു മഹാനായ സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 63 കൊല്ലം. ആ കൂട്ടുകാരന്റെ മോളാണ് മുത്തുനബിയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതൊരു ഉച്ചമയക്കത്തിന്റെ സമയമാണ്, ഖൈലൂലത്തിന്റെ സമയം എന്ന് പറയും. ഒരൽപ്പം ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന സമയം. മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് വന്നു, വാതിൽക്കൽ മുട്ടി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ പഴുതിലൂടെ നോക്കുമ്പോ ആരാ ഈ നേരത്ത്? പാതിര നേരത്ത് അങ്ങനെ ആരും വരില്ലല്ലോ. അതുപോലെ നട്ടുച്ച നേരത്തും അങ്ങനെ ആരെയും ബുദ്ധിമുട്ടാക്കില്ലെന്ന് അന്നത്തെ രീതി അങ്ങനെയാണ്. ഉച്ച കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ കാണില്ലേ, ഉച്ച നേരത്ത് ഒരു ഷോപ്പൊക്കെ അടച്ചിട്ടിട്ട് ഒരു അസറോടുകൂടെ തുറക്കുക, ഒരു വിശ്രമത്തിന്റെ സമയമാണ്. നിങ്ങളൊക്കെ ഒന്ന് വസ്ത്രക്കൊന്ന് മാറി ഒന്ന് വിശ്രമിക്കുന്ന സമയം എന്ന് ഖുർആൻ പറഞ്ഞ ഔറത്ത് തലാത്തു ഔറാത്തിൻ ലക്കും, വളരെ സ്വകാര്യതയുടെ സമയമാണെന്നാണ്. പാതിരാക്ക് അങ്ങനെ ആരും വാതിൽക്ക് വന്ന് മുട്ടില്ലല്ലോ. അങ്ങനെയാണ്. മഹാനായ മർഹൂം കണ്യാല മൗല അവറുകൾ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ വീട്ടിലേക്ക് പണ്ടാരോ പാതിരാ സമയത്ത് വാതിൽക്കൽ വന്ന് മുട്ടിയ ഒരു ചരിത്രം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മഹാനായ പാണക്കാട് സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ അവറുകൾ തങ്ങളുമായി സംസാരിച്ചപ്പോൾ, ഇപ്പോൾ ഒരു 7 മണി സമയം, ഇന്ന് തങ്ങൾ അവറുകൾ അനുഭവം പറഞ്ഞു. അന്നൊരു പണ്ഡിതൻ, ഒരു ഉസ്താദ് മൗലയെ കാണാൻ വേണ്ടി വന്നു. രാത്രി നേരം വാതിൽക്കൽ വന്ന് മുട്ടി. മഹാനായ മൗല അവറുകൾ തങ്ങളോട് നേരിട്ട് പറഞ്ഞ അനുഭവമെന്ന് തങ്ങൾ ഇന്ന് ഈ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം എന്നോട് പറഞ്ഞു. അപ്പൊ മൗല വാതിൽ തുറന്നു കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിച്ചു, പാതിരാത്രി കടന്നു വരുന്നവരാരാണ് എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം ആരാ പാതിരാത്രി വരിക എന്ന് മഹാനായ മൗല അവറുകൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഖൽബിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കാൻ കഴിവുള്ള ഇൽഹാമിന്റെയും കശ്ഫിന്റെയും അനുഭവങ്ങളുള്ള മഹാനായ മൗല അവറുകൾ. അള്ളാഹു അവരുടെ ആഖിറം സ്വർഗമാക്കി കൊടുക്കുകയും അവരോടൊപ്പം ഒത്തുചേരാനുള്ള ഭാഗ്യം നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു നീണ്ട ചരിത്രമാണ്, ഞാൻ പറയുന്നില്ല. ആ ചരിത്രം മുഴുവൻ പറയുമ്പോൾ ചില ആളുകൾക്ക് വിഷമം തോന്നും.
അസമയത്തോ നബിയെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഉരീദുക ഫീ അംർ, എനിക്ക് നിങ്ങളോട് സ്വകാര്യം പറയാനുണ്ട്. സിദ്ദീഖ് എന്നവരെ, ഒരു സ്വകാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഉരീദുക ഫീ അംർ, നബി തങ്ങളെ വീട്ടിലേക്ക് കടന്നോളൂ നബിയെ, എന്റെ വീട് നിങ്ങളുടെ വീടാണ്, കടന്നോളൂ നബിയെ വീട്ടിലേക്ക്. നബി തങ്ങൾ പറഞ്ഞു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങോട്ട് പുറത്തേക്ക് വരും, എനിക്കൊരു സ്വകാര്യം നിങ്ങളോട് പറയാനുണ്ട്. വീട്ടിനകത്താകുമ്പോ പലരും അത് കേൾക്കൂലേ, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്, നിങ്ങളിങ്ങ് പുറത്തു വരും. അന്നേരം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇത് അങ്ങയുടെ കുടുംബമല്ലേ നബിയേ, ഇത് അങ്ങയുടെ കുടുംബമല്ലേ നബിയേ. അന്ന് ആയിഷ ബീവിയെ നബി തങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല, നമ്മൾ ആലോചിക്കണം. ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അങ്ങയുടെ കുടുംബം പോലെ തന്നെ അല്ലേ നബിയേ. അങ്ങ് ഞങ്ങളുടെ വാപ്പയും അങ്ങയുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാരുമല്ലേ നബിയേ. ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, എന്ത് സ്വകാര്യവും ഈ വീട്ടിൽ പറയാമല്ലോ നബിയെ, അങ്ങയുടെ വീട്ടുകാരത് പുറത്തു വിടൂലല്ലോ, ഇത് അങ്ങയുടെ വീടല്ലേ നബിയെ, കടന്നു വന്നോളൂ. അവിടെ ആരാണുള്ളത്? ചെറുപ്പക്കാരിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണുള്ളത്, ആയിഷ ബീവിയാണുള്ളത്. ആയിഷ ബീവിയാണ് വീട്ടിലുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തെങ്കിലും ഹബീബ് പറയുന്ന സ്വകാര്യം കേൾക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബിയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ആയിഷ ബീവി അത് ചെയ്യില്ല നബിയെ. എന്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്, എന്റെ മക്കളിലൂടെ ഒരു പ്രയാസവും അങ്ങേക്ക് വരില്ല നബിയെ, അതുകൊണ്ട് അകത്തേക്ക് വന്നോളൂ നബിയെ, സ്വകാര്യം എവിടെന്ന് പറയാം. അതാണ് തർബിയത്ത് കിട്ടിയ വീടിന്റെ അവസ്ഥ. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തർബിയത്ത് ചെയ്തു കൊണ്ടുവന്ന ഹബീബിന്റെ തസ്കിയത്ത് കിട്ടിയ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ആ വീട്ടുകാർ രഹസ്യം സൂക്ഷിക്കുന്നവരാണ്, ആ വീട്ടുകാർ സംസ്കാരമുള്ളവരാണ്. ആ വീട്ടുകാരിൽ നിന്ന് നാട്ടുകാർക്കോ മറ്റോ അരുതാത്തതും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും കേൾക്കേണ്ടി വരികയില്ല, കാണേണ്ടി വരികയില്ല. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന വീടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അവിടെ കയറി ചെന്നപ്പോഴാണ് സിദ്ദീഖ് എന്നവരെ, ഇന്നഹു ഉദിന ലീ ഫിൽ ഹിജ്റ, എനിക്ക് ഹിജ്റ ചെയ്യാൻ അല്ലാഹു തആല അനുമതി നൽകിയിട്ടുണ്ട് സിദ്ദീഖേ, നമുക്ക് പോകാം മദീനയിലേക്ക്, മദീനയിലേക്ക് പോകാം. ആ മദീനയിലേക്കുള്ള യാത്ര വളരെ ഒരു ഹിഡൻ, എന്താ പറയാ, അള്ളാഹുവിന്റെ ഒരു തീരുമാനം, നിബിധങ്ങൾ നടത്തുന്ന ഒരു മിഷൻ. ശത്രുക്കൾ അറിഞ്ഞു പോയാൽ ജീവൻ അപകടത്തിലാണ്, ജീവൻ അപകടത്തിലാണ്. എന്നിട്ട് പോലും ജീവൻ പോലും നഷ്ടപ്പെടുമാർ ഗൗരവമുള്ള ഒരു വിഷയമാണ് സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് പറയേണ്ടി വന്നത്. എന്നാൽ ആ വീട്ടിനുള്ളിലെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യം പരസ്യപ്പെടുത്തുന്നവരല്ല, നിബിധങ്ങളെ വേദനിപ്പിക്കുന്നവരല്ല, അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടാത്തത് അവരാരും പറയുക പോലുമില്ലല്ലോ. അതുകൊണ്ട് ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇത് അങ്ങയുടെ വീട് തന്നെയല്ലേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ വീടിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഹബീബ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒന്ന് സങ്കല്പിക്കുക. ആ പരിശുദ്ധമായ പൂമുഖം, ആ പരിശുദ്ധമായ പൂനിലാവുള്ള മുഖം, ചന്ദ്രനേക്കാളും മറ്റേതിനേക്കാളും ശോഭയുള്ള ഹബീബ്, അജ്മലു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരത്യാവശ്യ സ്വകാര്യ വിഷയം നമ്മുടെ വീട്ടിലേക്ക് വന്ന് പറയാൻ ഹബീബ് കടന്നു വരുന്നു എന്ന് സങ്കല്പിച്ചാൽ, ഹബീബ് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്ന വീടായിരിക്കുമോ നമ്മുടെ വീട്? നബി തങ്ങൾ വരുമ്പോ ഹബീബിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ആ വീട്ടിൽ കയറി വരുമ്പോ കാണേണ്ടി വരുമോ? ഹബീബ് പാടില്ല എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? ഹബീബ് നിങ്ങൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ മൂടി വെച്ചിട്ടോ അല്ലാതെയോ കിടക്കുന്നുണ്ടോ? ഹബീബിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ വീട്ടിലെ മെമ്പർമാർ? ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇത് അങ്ങയുടെ വീട്ടുകാരെ പോലെ എന്ന് കരുതിയാൽ പോരെ നബിയേ എന്ന് പറയാൻ സിദ്ദീഖ് തങ്ങൾ ധൈര്യപ്പെട്ട പോലെ
ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് ധൈര്യപ്പെടാൻ കഴിയുമോ? അവിടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഉമ്മഹുലുക യാ റസൂലല്ലാഹ് സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. ചൊല്ലില്ലേ? ഇങ്ങനെ മദീനത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പച്ച കുബ്ബയെ മനസ്സിലിങ്ങനെ കണ്ട് അവിടെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹ്. ഹബീബ് ഇത് കേൾക്കുകയാണ്. അവിടത്തേക്ക് കേൾപ്പിക്കാൻ മലക്കുകൾ ഈ പഴമള്ളൂരിന്റെ ഈ മൈതാനിയിൽ നിന്ന് ഹറം എന്ന മദീനയുടെ ഹറമിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഓരോരുത്തരുടെ സ്വലാത്തുൻ നബിയെ നിനക്ക് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു ഇൽമിന്റെ മജ്ലിസിൽ. ഇന്ന ആൾ ഓരോ ആണിന്റെയും പെണ്ണിന്റെയും സ്വലാത്തുകൾ ഹബീബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി മാത്രം ചില മലക്കുകൾ അല്ലാഹു നിയോഗിച്ചു. എന്റെ മരണശേഷവും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതും എന്നോട് സലാം പറയുന്നതും എനിക്ക് അല്ലാഹു എത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ചുകൊണ്ട് സല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته واحشرنا تحت ظل لوائه المعقود وأدخلنا الجنة مع الأبرار يا عزيز يا غفار. അല്ലാഹു നമുക്ക് ഹബീബിന്റെ ശഫാഅത്ത് തരട്ടെ. അവിടുത്തെ പരിശുദ്ധമായ കൊടുക്ക് കീഴിൽ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് ചേരാനും സ്വർഗത്തിന്റെ വാതിൽ മുത്ത് ഹബീബ് തുറക്കുമ്പോ ആ ചെറുസംഘത്തിൽ ചേരാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ യാ റബ്ബൽ ആലമീൻ. ജസാകുമുല്ലാഹ് ഖൈർ.